നമ്മുടെ ഈ പീരീഡ് സമയത്ത് ബന്ധപ്പെട്ടാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ, തെറ്റിദ്ധാരണ നാട്ടിലൊക്കെ ഉണ്ട്. ഓക്കെ. പലർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ട് എന്താ ആക്ച്വലി പറയാനുള്ളത്? പീരിയഡ്സ് സമയത്തുനിന്ന് അതിനേക്കാളുപരി നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ എന്നാണ് നമ്മൾ ഡേ 1 ആയിട്ട് എടുക്കുന്നത്. അപ്പം ഡേ 8 വരെ ജനറലി, അതായത് തിയറിറ്റിക്കലി ഡേ 8-നാണ് നമ്മുടെ ഫോളിക്കിൾ, അതായത് ഈ അണ്ടോൽപാദനത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഫോളിക്കുലർ ഡെവലപ്മെന്റ് എന്ന് പറയും. അത് ഡേ 8-നാണ്. അതായത് പീരിയഡ്സ് തുടങ്ങിയിട്ട് 8ാമത്തെ ദിവസത്തിനാണ് ഈ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക. അപ്പം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നതല്ല, അതിൻ്റെ ഒരു ഏകദേശം ഒരു മെച്യൂർ സ്റ്റേജ് എത്തുക. അപ്പം അത്രയും നാളും എന്താ പറയുക, ബന്ധപ്പെട്ടാൽ ഒരു സേഫ് പീരിയഡ് ആണെന്നൊരു ധാരണയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സൈക്കിൾസ് എല്ലാവരിലും ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് 28 ഡേ സൈക്കിളാണ്, ചിലവർക്ക് 30 ഡേ സൈക്കിളുണ്ട്, ചിലവർക്ക് 35 ഉണ്ട്, ചിലവർക്ക് 24 ഡേ സൈക്കിളുള്ളവരും ഉണ്ട്. അത് മാത്രമല്ല, ഈ എല്ലാ മാസവും 24 ദിവസത്തിനുള്ളിൽ വരണം എന്നില്ല. ചിലവർക്ക് ഒരു മാസം 28-ന് വരും, ഒരു മാസം 24 ദിവസത്തിനുള്ളിൽ വരും. വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വേരി ചെയ്യുന്നവരിൽ ഈ പറയുന്ന ഈ ഡേ 8 അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡേ 5-ലും ചിലപ്പോൾ ഈ ഫോളിക്കുലർ ഡെവലപ്മെൻറ്റ് മെച്യൂരിറ്റി എത്തുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ബന്ധപ്പെട്ടാലും പീരിയഡ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ എപ്പോഴാണ് പിന്നെ ബന്ധപ്പെടേണ്ടത്, പിന്നെ അങ്ങനെ ഒരു സേഫ് സോൺ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു യൂസ് സം പ്രൊട്ടക്ഷൻ. എപ്പോഴും ഈ സൈക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദി സൈക്കിൾ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡേ ഓഫ് ദ സൈക്കിൾ, എപ്പോഴും അങ്ങ് പ്രൊട്ടക്ഷൻ യൂസ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് അതായത് കൺസീവ് ആവാൻ ഒരു താല്പര്യവും ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ഈ സൈക്കിൾ എന്നാണ് വേരി ചെയ്യുന്നത് നമ്മുടെ കയ്യിലല്ല. എന്തെങ്കിലും ഒരു ചെറിയ ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ വേരി ചെയ്യാം, പിന്നെ അത് തെറ്റും, പിന്നെ അത് കൺസീവ് ആവും, പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇനി പിന്നെ അങ്ങോട്ട് പിന്നെ ആ ഒരു ടെൻഷൻ ആവുന്നതിനേക്കാളും നമ്മൾ നേരത്തെ ഒരു പ്രൊഫൈലാക്റ്റിക്കലി പ്രിവെന്റീവ് ആയിട്ട് അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുന്നത്. നമുക്കും ഇതേ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ദൃശ്യ പുഷ്പം അദൃശ്യ പുഷ്പം എന്ന് പറഞ്ഞിട്ട്. അതായത് പുഷ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഓവുലേഷൻ തന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഓവുലേറ്റിംഗ് അല്ല എന്ന് നമ്മൾ വിചാരിച്ചാലും ചിലപ്പോൾ അദൃശ്യ പുഷ്പം ഉണ്ടാവും. അതുണ്ടെങ്കിൽ നമ്മൾ കൺസീവ് ആവും. നമ്മൾ ഇതേ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതെ, അത് ഈ ഒരു വേരിയേഷൻ തന്നെ അവിടെയും പറയുന്നത്. അതെ.